പാർട്ട്ണർക്ക് സ്ത്രീക്ക് എന്ത് ചെയ്യുന്നില്ല, സെക്സിന് തീരെ താല്പര്യമില്ല. ബെഡ്റൂമിലേക്ക് എത്തിയാൽ തന്നെ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഉറങ്ങിയിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പേടി കൂടുതലായിട്ട് വരിക. ഇനി അതേപോലെ തന്നെ കൂടുതൽ നിർബന്ധിച്ചാൽ തന്നെ സെക്സും കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ ഒരു തീരെ താല്പര്യമില്ലാതെ, തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ, തീരെ ഫീലിങ്സുകളില്ലാതെ, ഓർഗാസം സംഭവിക്കാതിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പലതരത്തിലും ഫാമിലി ഇഷ്യൂസുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് റീസൺ ആയിട്ട് മാറുന്നത് ഏത് തന്നെയാണ്, അവരുടെ തമ്മിലുള്ള ഒരു ഇൻറ്റിമസിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ കാണുമ്പോൾ തന്നെ പൊതുവെ സ്ത്രീകൾ അവർക്ക് പെയിൻ ഉണ്ടെങ്കിലും അവരുടെ ഇമോഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതെല്ലതും അടക്കി പിടിച്ച് ഒതുക്കി വെച്ചിട്ട് എന്ത് ചെയ്യും, ഭർത്താവിന് ഇതിന് വേണമല്ലോ, ഭർത്താവിനെ പിണക്കാൻ പറ്റില്ലല്ലോ, ഭർത്താവ് വേറെ ആരുടെങ്കിലും പോകുമല്ലോ, ഇതൊക്കെ പേടിച്ചിട്ട് സെക്സിന് സമ്മതിക്കുന്ന, അതിന് നിന്ന് കൊടുക്കുന്ന സ്ത്രീകളെന്ന് ഒരുപാട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇത് വരുന്നു, ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു കപ്പിൾസ് ഇതേ വിഷയത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് റീസണിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ മെയിൽ പാർട്ട്ണർ അടുത്തായിരിക്കും ചിലപ്പോൾ അതിൻ്റെ റീസൺ ഉണ്ടാവാം. അപ്പോൾ അത് ക്ലിയർ ചെയ്താൽ ഫീമെയിൽ ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ റീസൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് താല്പര്യം കുറയുന്നത്, അത് എന്തൊക്കെ കാരണങ്ങളിലൂടെ വരുന്നുണ്ട്, അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അവരിൽ എങ്ങനെ താല്പര്യം കൊണ്ടുവരാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, കൊടുവള്ളി. അപ്പോൾ ഇത് പൊതുവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇന്നലെയും എൻ്റെ അടുത്ത് വന്നൊരു കൺസൾട്ടിംഗ് ആണ്, ഈ ഒരു കപ്പിൾസായിട്ട് വന്നതാണ്. ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഡോക്ടർ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് അവർ എടുത്തിട്ടുണ്ട്, കുറേ കൗൺസിലിങ്ങിനൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഒരു 7 കാരണം നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു 7 റീസൺസ്, എന്തുകൊണ്ടൊക്കെ സ്ത്രീകൾക്ക് ഉദാഹരണം അല്ലെങ്കിൽ ഈ ഒരു ഉദാഹരണമല്ല, താല്പര്യം എന്തുകൊണ്ട് കുറയുന്നു, കൂടുതൽ ഇതിനോട് പേടി വരാൻ റീസൺ എന്താണെന്നുള്ളത് എടുത്തു നോക്കാം. അതിലൊന്നാമത് എടുത്ത് പറയാനുള്ളത് ക്രോണിക് ആയിട്ടുണ്ടാകുന്ന സ്ട്രെസ്സുകളാണ്. മാനസിക സമ്മർദ്ദം വളരെ രീതിയിൽ സ്ത്രീകൾ നേരിടുന്നുണ്ടെന്നുള്ളതാണ്. അവർ ചിലപ്പോൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കൂടുതൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടായിരിക്കും, ഫാമിലി ഇഷ്യൂസ് മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഇത് അൺവാണ്ടഡ് തോട്ട്സുകൾ കൂടുതൽ സ്ത്രീകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള സ്ട്രെസ്സ് കൂടുതലായിട്ട് വരും. അപ്പോൾ രാത്രി സമയത്ത് ഉറക്കം കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല ചേഞ്ചസുകൾ ബോഡിയിൽ വരും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. സ്ട്രെസ്സൊക്കെ കൂടി കഴിഞ്ഞാൽ, ഉറക്കമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, സെക്ഷൽ ഹോർമോണുകൾ ഡൗൺ ആകും, കുറയുന്നത് കുറയും. കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞാൽ ഈ ഈസ്ട്രജൻ പോലെയുള്ള ഹോർമോണൊക്കെ ഡൗൺ ആക്കി, ടെസ്റ്റോസ്റ്ററോണൊക്കെ ഡൗൺ ആയി പോകും. അങ്ങനെ വരുമ്പോൾ സെക്സിനോട് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല, ഭർത്താവുമായിട്ട് അടുക്കാനൊരു ടെൻഡൻസി, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ അടുത്ത കേസും വന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. അവർ ഭയങ്കരമായി സ്ട്രെസ്ഡ് ആയിരിക്കുന്നു, പല കാര്യങ്ങൾ ആലോചിക്കുക, വെറുതെ ഇരുന്ന് ചിന്തിക്കുക, പിന്നെ ഒന്നിലും ഒരു താല്പര്യമില്ലാത്തൊരു അവസ്ഥ അവരിൽ നല്ല രീതിയിലുണ്ടായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് വളരെ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അത് സ്ത്രീകളിൽ നിങ്ങളുടെ പാർട്ട്ണറിലുണ്ടോ, നിങ്ങളിലുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ എന്താണ് സ്ട്രെസ്സ് ഉണ്ടാകുന്നത്, അത് മാറ്റിവെക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് നല്ല രീതിയിൽ വരിക. നമുക്കറിയാം സ്ത്രീകളിൽ പ്രൊജസ്ട്രോണും ഈസ്ട്രോജനൊക്കെ വരുന്നുണ്ട്. അതുമാത്രമല്ല അവരുടെ സൈക്കിൾ ഒക്കെ വരുന്ന ഒരു അങ്ങനെ പല തരത്തിലുള്ള ബോഡിയിൽ മാറ്റങ്ങളൊക്കെ കണ്ടുവരുന്നു, ഹോർമോൺ റിലേറ്റഡ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് വരികയാണെങ്കിൽ മെൻസസ് റിലേറ്റഡ് അടുത്ത് വരുന്ന സന്ദർഭങ്ങളിലൊന്നും ചില ആളുകൾക്ക് സെക്സിനോട് കൂടുതൽ താല്പര്യം കണ്ടുവരാറില്ല എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ മെനോപോസ് റിലേറ്റഡ് ആയിട്ട് മെൻസസ് നിൽക്കുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞതുപോലെ സെക്സിനോട് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല, മെൻസസ് നിന്ന് കഴിഞ്ഞാലും താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ വരാൻ കാരണം വേറൊന്നുമല്ല, ബോഡിയിലുണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം, നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ഹോർമോൺ ബാലൻസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ കണ്ടീഷനനുസരിച്ചുള്ള ഒരു കെയറിങ് നമ്മുടെ സ്ത്രീ പാർട്ട്നേഴ്സിന് വേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരത് ഓക്കെ ഒരു സ്റ്റേബിൾ മൈൻഡിലേക്ക് എത്താനും പറ്റുള്ളൂ. ഇതിനൊക്കെ ഒരു അടുപ്പം, സെക്സിനോടൊരു താല്പര്യം, ഒരു ഇൻറ്റിമസിയും, ഭർത്താവിനോട് പാർട്ട്ണറോട് ഒരു ഇൻട്രസ്റ്റും വരാൻ ആ ഒരു സമയത്ത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നുള്ളതാണ്. മറ്റൊന്നാണ് ഭയങ്കരമായിട്ടുള്ള ഫാറ്റിക്, ക്ഷീണം വരിക എന്നുള്ളത്. പലപ്പോഴും സ്ത്രീകൾ സമയത്തിന് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടതായിട്ടുള്ള പലതും കഴിക്കില്ല. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്,
അങ്ങനെയൊന്നും കഴിക്കില്ല. കൂടുതൽ എരിവ് കൂടിയ അച്ചാറുകൾ, പപ്പടം, പിന്നെ അതുപോലെ തന്നെ ഉപ്പിലിട്ടത്, നല്ല സുർക്കയിലിട്ടത്, ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള പല പദാർത്ഥങ്ങളായിരിക്കും രാവും പകലും നല്ലോണം കഴിക്കുക. ഇത് പലപ്പോഴും നമ്മുടെ ബോഡിയിൽ ഡെഫിഷ്യൻസി ഉണ്ടാക്കും. രക്തക്കുറവുണ്ടായിരിക്കും, വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ ഉണ്ടായിരിക്കും, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബോഡിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. ക്ഷീണം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രാത്രി സമയത്ത് വേഗം കിടക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക. സെക്സിനോട് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല. സെക്സ് ചെയ്താൽ കഴിഞ്ഞാൽ തന്നെ അവർക്ക് സിവിയർ ടയർഡ്നെസ് ആയിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്, ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സെക്സിനോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ഹെൽത്തി ആയിട്ട് നല്ല രീതിയിലൊന്ന് പരിഗണിക്കുക. അപ്പോൾ ഒന്ന് നല്ല സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, ഒന്നുകൂടെ താല്പര്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. മറ്റൊരു റീസൺ നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് നല്ല രീതിയിൽ വരും എന്നുള്ളതാണ്. ഈ അടുത്ത് കുറച്ച് മുമ്പ് എൻ്റെ അടുത്തൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഭർത്താവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, എൻ്റെ ഭാര്യയ്ക്ക് തീരെ താല്പര്യമില്ല അങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് റീസൺ, എന്താണ് മുമ്പൊക്കെ എങ്ങനെയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം വേറെ ഒന്നുമില്ല, ഭാര്യയ്ക്ക് എന്തോ ഒരു ചെറിയൊരു സംശയത്തിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ആയത്. അപ്പോൾ വൈഫ് കുഴപ്പമൊന്നുമില്ല, ബെഡ്റൂമിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇതിൽ ഇൻക്ലൂഡഡ് ആകുന്നില്ല, താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നില്ല, ആ ഒരു ജസ്റ്റ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ മാത്രം മാറിപ്പോകുന്നുണ്ടെന്നുള്ള ഒരു പരാതിയായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ 100% ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സംശയങ്ങൾ വരിക, ചിലപ്പോൾ ഇവരെ പരിഗണിക്കാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അങ്ങനെ എന്തെങ്കിലും ചെറിയ രൂപത്തിലൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബെഡ്റൂമിൽ എന്ത് ചെയ്യും, സെക്ഷൽ റിലേഷൻഷിപ്പിനെ നല്ലോണം ബാധിക്കും എന്നുള്ളതാണ്. ആ ഒരു പാർട്ട്ണറുമായിട്ട് അടുക്കാനുള്ള ഒരു വിമുഖത ഉണ്ടായിരിക്കും, അവരെ തൃപ്തിപ്പെടുത്താൻ തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല, അവർ കേൾക്കുന്നത് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല, അവർ അടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെക്ഷൽ റിലേഷൻഷിപ്പിൽ നല്ലോണം ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പരസ്പരം പങ്ക് വെച്ചിട്ടത് ക്ലിയർ ചെയ്യാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് മറ്റൊരു റീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ പാർട്ട്ണർക്ക് ചിലപ്പോൾ എന്തെങ്കിലും, ഇതൊക്കെ പറഞ്ഞത് ഫീമെയിൽസ് ഇൻക്ലൂഡഡ് ആയിട്ട് കൂടുതൽ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൽസിന് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരിക്കില്ല, ഹൈജീനിക്ക് തീരെ ഉണ്ടായിരിക്കില്ല, വർക്ക് കഴിഞ്ഞ് നേരെ വന്ന് ബെഡ്റൂമിൽ കിടക്കുന്ന ഒരു കണ്ടീഷൻ വരിക. അതേപോലെ തന്നെ ചില ആളുകൾ മദ്യപിച്ച് വന്ന് വരുന്നൊരവസ്ഥ വരിക, ചിലപ്പോൾ എന്തെങ്കിലും വായിൽ എന്തെങ്കിലും മുറുക്കാനൊക്കെ ഇട്ടിട്ട് ചവച്ച് വരിക, അല്ലെങ്കിൽ പുക വലിച്ച് വരിക, നല്ല വിയർപ്പുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു സെക്ഷൽ ലൈഫിന് പറ്റിയ ഒരു കണ്ടീഷനിലല്ല ഭർത്താവ്, അല്ലെങ്കിൽ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിന് പറ്റിയ ഒരു കണ്ടീഷനിലല്ല ഭർത്താവ് വരുന്നത് എന്നുണ്ടെങ്കിൽ പാർട്ട്ണർക്ക് നല്ല വിമുഖത ഉണ്ടായിരിക്കും. ആ സ്മെല്ല് വരുന്ന സമയത്ത്, അവരെ ടച്ച് ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, ആ ഇൻറ്റിമസി തീരെ ഉണ്ടായിരിക്കില്ല, നല്ലൊരു വിട്ട് നിൽക്കാനുള്ള ഒരവസ്ഥ വരും. അപ്പോൾ എപ്പോഴും പാർട്ട്ണർ എന്ത് ചെയ്യണം, കുളിക്കണം, അതേപോലെ നല്ല വസ്ത്രം ധരിക്കണം, നല്ല രീതിയിൽ സുഗന്ധം പൂശണം, പിന്നെ അതുപോലെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഇടപെടുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈജീനിക് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് വൈഫിന് മാത്രമല്ല, വൈഫ് മാത്രമാകരുത് കാത്തിരിക്കുന്നത്, ഭർത്താവും എന്ത് ചെയ്യണം, റൂമിൽ കാത്തിരിക്കേണ്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈജീനിക് വളരെ പ്രോപ്പറായിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻറ്റിമസി കൂട്ടാനോ പാർട്ട്ണറുടെ താല്പര്യം കൂട്ടാനൊക്കെ ഒരു പരിധി വരെ നമുക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ കേസുകളൊക്കെ ശരിക്കും ഭർത്താവാണോ ഓക്കെ വേണ്ട, അതിന് ഭാര്യയെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതൊന്നും അല്ലാതെ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഡ്രൈനെസ് കൂടുതലായിട്ട് വരിക എന്നുള്ളതാണ്. സ്ത്രീകളുടെ വജൈനൽ റീജിയൻ എന്ത് ചെയ്യാം, ഓർഗാസം സംഭവിക്കുന്നില്ല, അവിടെ നല്ല ഡ്രൈനെസ് വരും. അപ്പോൾ പെനിട്രേഷൻ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു പെയിൻഫുൾ കണ്ടീഷനൊക്കെ വരും, ചിലപ്പോൾ ഒരു ബ്ലീഡിംഗ് ഒക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചില ആളുകൾക്കൊക്കെ കണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ടൈമിംഗ് എടുത്ത് മാത്രം എന്ത് ചെയ്യും, ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് ഓർഗാസം സംഭവിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് താല്പര്യപ്പെടുന്ന പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അതിനനുസരിച്ചിട്ട് അവരുടെ വെജൈനൽ റീജിയൽ വെറ്റ്നസ് കൊണ്ടുവരാനും അതിന് ശേഷം എന്ത് ചെയ്യാൻ, ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് എന്നിട്ടും പറ്റാത്തത് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷനുകൾ അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ സെക്സ് എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടിച്ചേരുന്നതാണ്. മനസ്സൊരു ഭാഗത്തും ശരീരം ഒരു ഭാഗത്തുമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ
ആയിട്ടുണ്ടെങ്കിൽ സെക്ഷൽ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് അവരെ നന്നായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ്. അവരെ നന്നായിട്ട് കേൾക്കാൻ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ കുറേ പ്രയാസങ്ങളുണ്ടായിരിക്കും, അവർ കുറേ സംശയങ്ങളുണ്ടായിരിക്കും, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും സ്ത്രീകൾക്ക്. അത് നല്ല രീതിയിൽ കേൾക്കാനും അവർക്ക് വേണ്ട പരിഹാരങ്ങൾ അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാനും പരമാവധി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷനുകളുണ്ട്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണ്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതും, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കേണ്ടതാണ്. ചിലയിടങ്ങളിൽ നമ്മൾ സോറി പറയേണ്ടതുണ്ടായിരിക്കും, അത് നമ്മൾ സോറി പറയേണ്ട. ചിലത് നമ്മൾ വിട്ടുകൊടുക്കേണ്ടതിനും തോറ്റു കൊടുക്കേണ്ടതുണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യലോട് കൂടിയിട്ട് എന്ത് ചെയ്യും, രണ്ടുപേരും മാനസികമായിട്ട് അടക്കുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര ഫിസിക്കലി ബന്ധപ്പെടാൻ ശ്രമിച്ചാലും അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ മാനസികമായിട്ടും ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ നമ്മൾ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അടുപ്പം കൊണ്ടുപോകാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഫോർ പ്ലേയിൽ നല്ല രീതിയിൽ എൻഗേജഡ് ആകുക എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് പല സ്ത്രീകൾക്കും പല സ്ഥലങ്ങളിലായിരിക്കും ഫീലിങ്സ് കൂടുതലാണ്. ചില ആളുകൾക്ക് വജനൽ റീജിയനിലായിരിക്കും, ചില ആളുകൾക്ക് അംബിലിക്കൽ റീജിയനിലായിരിക്കും, ചില ആളുകൾ ഹിപ്പിൻ്റെ ഭാഗത്തായിരിക്കും, ചില ആളുകൾക്ക് കഴുത്തിൻ്റെ പിൻഭാഗത്തായിരിക്കും, ചില ആളുകൾക്ക് കാലുകളിലായിരിക്കും. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ എന്തായിരിക്കും സ്ത്രീകൾക്ക് അവരുടെ ഒരു ഫീലിങ്സ് കൂടുതൽ ഏരിയകളിലുണ്ടായിരിക്കും. അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തൃപ്തിപ്പെടുത്താൻ നോക്കുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് സെക്ഷൽ റീജിയൻ ഓർഗൻസിനെ ബാധിക്കുകയും എസ്പെഷ്യലി വജീനൽ റീജിയനിൽ കൂടുതൽ സർക്കുലേഷൻ കൂടുകയും അതേപോലെ തന്നെ അവർ ഡ്രൈനെസ് കുറയ്ക്കാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്ത്രീകളുടെ ഇഷ്ടങ്ങളെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, സെക്ഷന് ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ നേരെ പോയിട്ട് എന്ത് ചെയ്യരുത്, സെക്സ് ചെയ്യാൻ പെനിട്രേഷന് ശ്രദ്ധിക്കരുത്. അവരെ തൃപ്തിപ്പെടുത്തി അവരുടെ മെൻ്റലി ഫിസിക്കലി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, സ്ത്രീകളുടെ ആരോഗ്യം നല്ലോണം നോക്കുക. അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, അവർ ഉറങ്ങിയിട്ടുണ്ടോ, അവർ കറക്റ്റ് സാധനങ്ങളാണ് കഴിക്കുക എന്നുള്ളത്, അവർ എക്സസൈസ് ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങൾ അവരെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ എനർജി നല്ല രീതിയിൽ കിട്ടുള്ളൂ, ഹോർമോൺ ഇംബാലൻസുകൾക്ക് ബാലൻസ്ഡ് ആകാൻ കഴിയുള്ളൂ, നല്ല രീതിയിൽ ഓർഗാസം ലഭിക്കുകയുള്ളൂ, സ്ത്രീക്കും പുരുഷനും നല്ല രീതിയിൽ സെക്സിൽ ബന്ധപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് പേരും എന്താണ് നല്ല രീതിയിൽ ഇൻറ്റിമസിയിലേക്ക് എത്തണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു മൈൻഡ് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഫിസിക്കൽ കണക്ഷന് പ്രോപ്പറായിട്ട് നടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മൈൻഡിൽ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത് കൂട്ടാൻ പറ്റുന്ന ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഭക്ഷണത്തിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റും നോക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കേണ്ടതാണ് നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളത്. പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നേരത്തെ എഴുന്നേൽക്കും, 4 മണി 5 മണിക്ക് എഴുന്നേൽക്കും, എന്നിട്ട് വീട്ടിലത്തെ കാര്യങ്ങളെല്ലാതും ചെയ്ത് രാത്രിയാകുന്ന സമയത്ത് എല്ലാവരും ഉറങ്ങിയതിന് ശേഷമായിരിക്കും കിടക്കുക. അപ്പോൾ പലപ്പോഴും രാത്രി 12 മണിക്ക് കിടക്കും, 4 മണി 5 മണിക്ക് എഴുന്നേൽക്കുന്ന കണ്ടീഷനായിരിക്കും ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ഒരുപാട് സമയം വറക്കും, കുറഞ്ഞ സമയം ഉറക്കമാകുമ്പോൾ നല്ല രീതിയിൽ ശരീരത്തിൽ ക്ഷീണം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഉറക്കം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആകാൻ നിർബന്ധമായിട്ട് സ്ത്രീയും പുരുഷനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് സ്ട്രെസ് റിലീഫായിട്ടുള്ള എക്സസൈസുകൾ, യോഗ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തതാണ് ഈ പറഞ്ഞതുപോലെ ഡ്രൈനെസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമായിട്ട് ക്രീമുകളോ ജെല്ലുകളൊക്കെ അപ്ലൈ ചെയ്യുക. അതിനെന്തെയ്യാൻ നിങ്ങൾക്കൊരു ഡോക്ടറെ കണ്ടിട്ട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണത്. അത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഫോക്കസ് ചെയ്യുക. എസ്പെഷ്യലി ഡാർക്ക് ചോക്ലേറ്റ് വളരെ നല്ലതാണ്, അതേപോലെ ഡേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ്, അതേപോലെ തന്നെ ആൽമണ്ട് കഴിക്കുന്നത് നല്ലതാണ്, അതേപോലെ തന്നെ മാതളപ്പഴം ഉണ്ടല്ലോ അത് കഴിക്കുന്നത് നല്ലതാണ്, അതുപോലെ തന്നെയാണ് തണ്ണിമത്തം കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ഇത് നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ളതാണ്. അതുമാത്രമല്ല സർക്കുലേഷൻ പ്രോപ്പറായിട്ട് കൂട്ടുന്നതാണ്. അതുമാത്രമല്ല നമുക്ക് മൂഡ് നല്ല രീതിയിൽ, അതായത് കൂടുതൽ ആങ്സൈറ്റി ഉള്ള കണ്ടീഷനുകൾ, കൂടുതൽ ഡിപ്രസ്ഡ് മൂഡുകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതും കൂടിയാണ്. എസ്പെഷ്യലി ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ അതിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. അതുമാത്രമല്ല കരിച്ചതും പൊരിച്ചതും വറുത്തതും അമിത മധുരമുള്ളതുമായിട്ടുള്ളതും അച്ചാറിലിട്ടതും ഉപ്പിലിട്ടതും എരിവ് കൂടിയതുമായിട്ടുള്ള സകല ഭക്ഷണങ്ങളും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒഴിവാക്കലും അതുപോലെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കലോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ബോഡിയിലൊരു ബാലൻസിങ് വരും. നമ്മുടെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടും നല്ല സർക്കുലേഷനും മറ്റു കാര്യങ്ങളൊക്കെ ബാലൻസിങ് കൊണ്ടുവരാൻ പറ്റും. ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്സിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് വരും.
സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ കൂട്ടാനും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അത് മാത്രമല്ല നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കണം. എക്സസൈസ് നോക്കുമ്പോൾ കീഗൽ എക്സസൈസ് പറഞ്ഞിട്ട് എക്സസൈസ് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നോക്കിയാൽ കിട്ടുന്നതാണ്. കാരണം നമ്മുടെ ആ ഒരു ഭാഗത്തുണ്ടാകുന്ന മസിലുകൾ നല്ല സ്ട്രെച്ചിങ് റിലാക്സേഷൻ കിട്ടാനും സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഈ എക്സസൈസ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എക്സസൈസ് നല്ല രീതിയിൽ ചെയ്യുക. ഈ പറഞ്ഞ ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി കണ്ടീഷനിലേക്ക് എന്തെങ്കിലും നമ്മൾ പോകുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഇത് മെയിൽ പാർട്ട്ണർ എന്ത് ചെയ്യാറില്ല, ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ള. അവർ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും എന്നുള്ള പിന്നെ ബെഡ്റൂമിലേക്ക് എത്തുന്ന ഒരു കണ്ടീഷനായിരിക്കും മിക്ക സ്ഥലങ്ങളിൽ ഉണ്ടാകാറുള്ളത്. ബട്ട് അതിനപ്പുറം എന്ത് ചെയ്യണം, നിങ്ങളുടെ പാർട്ട്ണറെ നിർബന്ധമായിട്ടും പരിഗണിക്കുക. അവരെങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, അവരേത് സമയത്ത് ഉറങ്ങുന്നു, അവരേത് സമയത്ത് റെസ്റ്റ് എടുക്കുന്നു, അവരേത് വസ്ത്രം ധരിക്കുന്നു, ഏതൊക്കെ സമയത്ത് കുളിക്കുന്നു, ഇങ്ങനെയുള്ള അവരുടെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കിയിട്ട് അവരെ പരിഗണിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലി മെൻ്റലി നിങ്ങൾക്ക് സ്യൂട്ടാകുകയും രണ്ടുപേരും ആ ഒരു ഫിസിക്കൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മെൻ്റൽ കണക്ഷൻ നിങ്ങളിലേക്ക് പ്രോപ്പറായിട്ട് എത്തിയാൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള ഫിസിക്കൽ കണക്ഷൻ പോസിബിൾ ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ താല്പര്യമില്ലായ്മ എന്ന് പറയുന്നത് പലപ്പോഴും സ്ത്രീയുടെ പ്രശ്നമല്ല, പലപ്പോഴും അതെന്താണ് പുരുഷൻ്റെ മിസ്റ്റേക്കായിട്ട് മാറാറുണ്ട്. അപ്പോൾ പരസ്പരം പങ്കുവെക്കുക, ഏതാണ് റീസൺ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് പ്രോപ്പറായുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ മാറ്റിവെക്കുക, നല്ലൊരു കുടുംബജീവിതവും നമുക്ക് സാധ്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട്, കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.